മച്ചന്മാരെ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഫ്ലാഷിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ ഫ്ലാഷിൻ്റെ ക്യാരക്ടറുകൾ എങ്ങനെയാണ് കിട്ടുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് എന്നീ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട്. നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയിൽ ഒരു വീട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അത് കൂടാതെ തന്നെ നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫ്ലാഷിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നില്ല, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്നൊരു കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് നമ്മുടെ വീട് നമ്മുടെ ഒരു ഇന്ത്യയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കുറച്ച് ഡെക്കറേഷൻ കാര്യമുണ്ട്. വീട് മാത്രമല്ല ഫുള്ളൊരു ഇത് വീടിൻ്റെ ചുറ്റും മൊത്തം വെച്ച്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നതാണ്. കുറച്ച് ഫോട്ടോസും ലിങ്ക്സും ഞാൻ ഇതിൽ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി എങ്ങനെയാണ് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്ന രീതി ചെയ്താലേ അത് വർക്കാവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ BA1 എന്ന് വെച്ച് തുടങ്ങണം. BA1 നമുക്കൊരു ഗ്രീൻ ഗ്രാസ് പോലത്തെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിനകത്താണ് BA1 അകത്താണ് ആഡ് ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് BA2 അകത്തോട്ട് നമുക്ക് അടുത്ത ഒരു പിക്ചറും കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഞാനിവിടെ ഓരോ പിക്ചറിനും ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്, ആരോ വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് പിക്ചർ നമ്മുടെ ഫ്ലാഗാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ BA3 അടുത്ത BA3ക്ക് അടുത്ത പിക്ചറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഓരോ പിക്ചറിനും ഓരോ BA3യും BA4 BA5 ഓരോരുത്തരും ഓരോ പിക്ചേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആരോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതേ രീതി നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. കൊടുത്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അകത്തോട്ട് ഒരു ഡെക്കറേഷൻ കാര്യങ്ങളും വരത്തുള്ളൂ. അപ്പം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്വാതന്ത്ര്യദിനമാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് അനുഭവിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീടിന് ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ വേറൊന്നും കൊണ്ട് നിങ്ങളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ BA1 BA2 BA3 BA4 അങ്ങനെ എല്ലാത്തിനും ഞാൻ ഓരോ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളും ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ഇട്ടേക്കുന്നത്. വാട്സപ്പ് ചാനലിൽ കയറിക്കാൻ ഇതിൻ്റെ ലിങ്കും കിട്ടും, അതുപോലെ തന്നെ ഇതും കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഇമേജസും കാര്യങ്ങളും ആദ്യം നിങ്ങളുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ലിങ്ക് കാര്യങ്ങൾ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓരോത്തിനും ഓരോ ഇമേജസ് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇതുപോലെ ഓരോന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഓരോന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ ഞാനിവിടെ ആരോ എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരൊക്കെ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ BA10 വരെ നമുക്ക് എല്ലാ ഇമേജസും കാര്യങ്ങളും ആഡ് ചെയ്യണം. നമ്മളിത് നേരത്തെ വീഡിയോയിലും പറഞ്ഞു തന്നെയാണ് ഈ ഒരു ട്രിക്കും കാര്യങ്ങളും. അപ്പം എന്തായാലും എല്ലാവരും യൂസ് ചെയ്ത് നോക്കേണ്ടതാണ്. BA10 നമ്മൾ ലാസ്റ്റ് എടുക്കുന്നുണ്ട്. ലാസ്റ്റ് BA10 കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും എങ്ങനെ കിട്ടുന്നത് ഞാൻ കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഓൾസോ നിങ്ങൾ ലിങ്കും കാര്യങ്ങളും ലാസ്റ്റേ കോപ്പി ചെയ്യാവുള്ളൂ. ആദ്യം തന്നെ കയറി ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളിത് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വർക്കാവാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഇമേജസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം ദെൻ നിങ്ങളൊന്ന് ലിങ്ക് കാര്യങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത ശേഷം നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീട് തന്നെ മൊത്തത്തിൽ മാറിയിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ രീതിയിലത്തെ ഒരു ലുക്കും കാര്യങ്ങളും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന വീടിൻ്റെ അകത്ത്. അപ്പോൾ എത്ര പേർക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അനുഭവിച്ചിട്ട് ഈ ഒരു വീടും കാര്യങ്ങളും നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ആയിട്ട് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതലും എന്താണ് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ആയിട്ട് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ കുറച്ചും കൂടി ഐറ്റംസ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ പിക്ചേഴ്സ് വെച്ച് നമുക്ക് ഇതുപോലെ കുറേ വീഡ്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കേണ്ട രീതി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ BA1 തൊട്ട് BA10 വരെ നിങ്ങൾ ഫുള്ളി എല്ലാം എടുക്കേണ്ടതാണ്. ഫുള്ളി എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലിങ്ക് മാറ്റണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഗെയിമിനകത്ത് ഓൾറെഡി ഇങ്ങനെ ഒരു സാധനം വന്നു, ഇനി ഇത് മാറ്റണമെങ്കിൽ നിങ്ങളുടെ മോഡ് സ്ലോട്ട് കയറിയിട്ട് മോഡ് സ്ലോട്ട് ചേഞ്ച് ചെയ്യേണ്ടതാണ്. മോഡ് സ്ലോട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനകത്തോട്ട് 10 ഇമേജസ് ആഡ് ചെയ്യുക. BA1 BA2 BA3 അങ്ങനെ BA10 വരെ ഇഷ്ടമുള്ള ഇമേജസ് കാര്യങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഗെയിം ഈ ലിങ്ക് ആഡ് ചെയ്യുക, ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പുതിയ സെക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നു. അതുപോലെ എടുക്കാനൊന്നും പറ്റുന്നില്ല, കിട്ടുന്നില്ല എന്നൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്ന രീതിയും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. BA1 തൊട്ട് BA10 വരെ ഈ പിക്ചേഴ്സ് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ ലിങ്ക് കാര്യങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. എല്ലാ ഇമേജസ് ആഡ് ചെയ്തതിന് ശേഷം എന്നുള്ള ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ
കുറേ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുതിരവണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ കാളവണ്ടിയായിരുന്നു നമ്മുടെ നേരത്തെ അപ്ഡേറ്റിനകത്ത് വന്നിരുന്നത്. ഈ പ്രശ്നം നമുക്ക് കുതിരവണ്ടി കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. കുതിരവണ്ടി എന്ന് വെച്ചാൽ നമുക്കിപ്പം നേരത്തെ കുതിര ഓൾറെഡി നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 200 കോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കുതിര കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കുതിരയുടെ കൂടെ നമുക്കൊരു വണ്ടി കാര്യങ്ങൾ റൈഡിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത് നമുക്ക് ചെറുതായിട്ടൊരു അപ്ഡേറ്റ്സും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ കാളവണ്ടിയുടെ ഇത് കണ്ടില്ല, അപ്പം കാളവണ്ടിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ കിട്ടിയതുപോലെ നമ്മുടെ കുതിരവണ്ടിക്ക് ഒരു കിട്ടാനൊരു ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഡെവലപ്പറുകൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ, എത്രമാത്രം കൺഫേമായി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ പോലും നിങ്ങളോട് ഒരു കമൻസ് കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയേണ്ടതാണ്. നമുക്ക് കുതിരവണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമുക്കിപ്പോൾ കുതിര കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ കിട്ടുന്നുണ്ട് എന്ന്, പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ ഒരു റൈഡിങ് ഓപ്ഷൻ കൂടെ കുതിരവണ്ടിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് റൈഡിങ് ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കാളവണ്ടി കൊണ്ടുവന്നപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഡെവലപ്പർ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരു കുതിര ഉണ്ടല്ലോ, കുതിരയ്ക്കും കൂടി ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കൊടുത്താലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയും കൂടെ അഭിപ്രായം കൂടെ ഒന്ന് പറയേണ്ടതാണ്. നമുക്ക് ഈ കുതിരയ്ക്ക് അതൊരു കുതിരവണ്ടിയും കൂടെ കൊടുത്തു തന്നെ, കുതിര ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ വേറൊരു ചിപ്പ് കോഡായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കുതിരവണ്ടിയും കൂടെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളോട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കുതിരവണ്ടി കൊണ്ടുവരുന്നതിന് എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആനിമൽസിന് മറ്റേ റൈഡിങ് ഓപ്ഷനും കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മുടെ പുറത്തിരുന്നുകൊണ്ടുള്ള റൈഡിങ് അല്ല നമ്മുടെ കാളവണ്ടിക്ക് കൊണ്ടുവന്ന രീതിയിലുള്ള ഓപ്ഷനും കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നൊക്കെ വല്ല ഐഡിയാസ് വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ കമൻസും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുകൂടെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് നോക്കാവുന്നതാണ്. ഡെവലപ്പറോട് സംസാരിക്കാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുകയാണ്, ചെറിയൊരു ലീക്സാണ്. അപ്പം ഈ കുതിരയുടെ റൈഡിങ് ഓപ്ഷൻ്റെ ലീക്സും അതുപോലെ തന്നെ നമുക്ക് വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ ഫ്ലാഷിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളും കിട്ടി. കാരണം നമുക്കിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് പവേഴ്സായിട്ടുള്ള ഈ ഇത് കിട്ടിയിട്ട് ക്യാരക്ടേഴ്സിന് കിട്ടി, സൂപ്പർമാനെ കിട്ടി, ഹൾക്കിനെ കിട്ടി. അപ്പോൾ അങ്ങനത്തെയൊക്കെ ക്യാരക്ടേഴ്സിനെ കിട്ടിയപ്പം അപ്പോൾ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായി നമ്മുടെ അയൺമാനും കാര്യങ്ങളും കൊണ്ടുവരണമെന്ന്. അപ്പോൾ അയൺമാനെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറുതായിട്ട് ലീക്സും കാര്യങ്ങളും കിട്ടിയതായിരുന്നു നമ്മുടെ ഫ്ലാഷിനെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ. കാരണം ഫ്ലാഷിനൊക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ നമ്മൾ അറിയിച്ചായിരുന്നു ഫ്ലാഷിനെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ, ഫ്ലാഷും അയൺമാനൊക്കെ. അപ്പം എന്തായാലും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പൂർത്തിയാവാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ ആയിരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പം സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഏതാണ് ഫസ്റ്റ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലാഷ് ആണോ വേണ്ടത് അതോ അയൺമാൻ ആണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓൾസോ നമ്മുടെ ഇപ്പോൾ പ്ലഗിൻ ആപ്പിനകത്തോട്ടായിരിക്കും നമുക്ക് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ മെയിൻലി കിട്ടാൻ പോകുന്നതെന്ന് ചെറുതായിട്ട് ലീക്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്ലഗിൻ ആപ്പിനകത്ത് വേണോ അത് ചീപ്പ് കോഡായിട്ട് വേണോ എന്നും കൂടെ ഒന്ന് കമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ PM1, PM2, PM3, PM4 അങ്ങനെയൊക്കെ അടിച്ചാണ് നമുക്ക് ഓരോരോ ക്യാരക്ടേഴ്സിനെ കാര്യങ്ങൾ നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഓൾസോ നമ്മുടെ പ്ലഗിൻ ആപ്പിൽ കയറി ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങൾ ഏതാ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ ചോദിച്ച് എന്നിട്ട് നിങ്ങൾ മാക്സിമം കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഏത് ക്യാരക്ടറാണ് വേണ്ടതെന്ന് കൂടെ കമൻസ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ച് അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാരക്ടേഴ്സിനെ വല്ലതും കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഐഡിയാസ് വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് സജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും പറ്റുമോ, അത് വർക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആകുമോ എന്നൊക്കെ നമുക്ക് നോക്കിയതിന് ശേഷം നമ്മൾ കമൻസും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. കുറേ പേര് ബസ് എന്ന് പറഞ്ഞ കമൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ബസ്സിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. അപ്പോൾ ബസ്സിൻ്റെ കാര്യം ഇപ്പം നിലവിൽ നമുക്ക് അതിൻ്റെ ഒരു ഫയലും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഡെവലപ്പർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ അതിൻ്റെ ഒരു ഫയലും കാര്യങ്ങളും കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അറിയിക്കുമ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ എന്തെങ്കിലും സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും, നമ്മൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ എൻ്റെ വാട്സപ്പ് ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യാനിരിക്കേണ്ട ശ്രമിക്കേണ്ടതാണ്. കാരണം കാണുന്നവരെല്ലാവരും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിൻ്റെ ലീക്സും കാര്യങ്ങളും ഫസ്റ്റ് തന്നെ ഞാൻ വാട്സപ്പ് ചാനലിലേക്ക് ഇടുന്നത്. അതിന് ശേഷമായിരിക്കും ഞാൻ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ പുതിയ ലീക്സും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉടനെ കിട്ടണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും വാട്സപ്പ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും ഞാനപ്പം. അപ്പോൾ എന്തായാലും ലീക്സും കാര്യങ്ങളും കണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്, ഇമോജിയായിട്ട് ഇടാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് വന്ന് നിങ്ങൾക്ക് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ന്യൂ അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നത് പ്ലഗിൻ ആപ്പിനകത്തോട്ടായിരിക്കും അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നത്. അപ്പം പ്ലഗിൻ ആപ്പിനകത്തോട്ട് അപ്ഡേറ്റ്സിൻ്റെ അകത്തോട്ട് നമുക്ക്
നമുക്ക് ഈ ഒരു ഐറ്റംസും കാര്യങ്ങളും വേണോ വേണ്ടേ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കേണ്ടതാണ്. നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലഗിൻ ആപ്പിനകത്ത് വേണോ അത് ചീപ്പ് കോഡായിട്ട് വേണോ എന്നും കൂടി നിങ്ങൾ നോക്കിയിട്ട് കമൻസും കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിരിക്കും നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലേ നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ അപ്ഡേറ്റ്സ് ഉള്ളതിനൊക്കെ ആയിരിക്കും നമ്മൾ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കുറേ തന്നെ അതിനനുസരിച്ച് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും.